പ്രതികൾ തന്നെ ചിത്രീകരിക്കുകയും അവരുടെ മൊബൈൽ ഫോണിൽ സൂക്ഷിക്കുകയും ചെയ്തിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ തന്നെയാണ് ഈ കേസിലെ ഒരു പ്രധാനപ്പെട്ട തെളിവായി മാറുന്നത്. രണ്ടാം പ്രതി രശ്മിയുടെ ഫോണിലുള്ള 5 ദൃശ്യങ്ങൾ പോലീസ് പ്രധാനപ്പെട്ട തെളിവായി പരിഗണിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അതേസമയം കേസിലെ ഒന്നാം പ്രതി ജയേഷിന്റെ ഫോൺ തുറക്കാനോ പരിശോധിക്കാനോ പോലീസിന് ആയിട്ടില്ല. അതിനായി ഫോറൻസിക് സയൻസ് ലാബിനെ സമീപിച്ചിരിക്കുകയാണ് പോലീസ്. വൈകാതെ ഫലം ലഭ്യമാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. യുവാക്കളിൽ ആലപ്പുഴ നീലമ്പേരൂർ സ്വദേശിയായ 19-കാരനെ ഇന്ന് വിളിച്ചു വരുത്തി കോയിപ്പുറം പോലീസ് വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പരാതിക്കാരിൽ മറ്റൊരാൾ റാന്നി സ്വദേശിയായ 30-കാരനോട് അടുത്ത ദിവസം ഹാജരാകാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഈ മാസം 1-ാം തീയതി ഉച്ചയ്ക്ക് 12:30 കൂടിയാണ് ബാംഗ്ലൂരിൽ നിന്നെത്തിയ ആലപ്പുഴ നീലമ്പേരൂർ സ്വദേശിയായ 19-കാരന് മോശം അനുഭവം ഉണ്ടായത്. കൈകാലുകൾ കെട്ടിയിട്ട് ക്രൂരമായ മർദ്ദനത്തിന് ഇരയാക്കുകയായിരുന്നു. തുടർന്ന് ദമ്പതികൾ ഇയാളുടെ പക്കലുണ്ടായിരുന്ന 20,000 രൂപ പിടിച്ചു വാങ്ങുകയും പിന്നീട് വിട്ടയച്ച വേളയിൽ 1000 രൂപ മടക്കി നൽകുകയും ചെയ്തു എന്ന് അയാൾ മൊഴിയിൽ ആവർത്തിച്ചിട്ടുണ്ട്. റാന്നി സ്വദേശിയായിട്ടുള്ള 30-കാരൻ ജയേഷുമായി ഏറ്റവും അടുപ്പം പുലർത്തിയിരുന്ന ആളാണ്. ജയേഷിൻ്റെയും അതോടൊപ്പം തന്നെ രശ്മിയുടെയും വിവാഹത്തിന് സഹായമായ നിലപാട് സ്വീകരിച്ച് അവർക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൂടിയാണ്. ക്രൂരമായ മർദ്ദനത്തിന് ഇരയായി എന്നതിനാൽ തന്നെ ഇവരുടെ ഭീഷണി ഭയന്നാണ് പിന്നീട് ആദ്യഘട്ടത്തിൽ ഇവർ പരാതിയുമായി മുന്നോട്ട് വരാത്തത് എന്നുള്ളത് തന്നെയാണ് പോലീസ് നൽകുന്ന വിശദീകരണം. എന്തായാലും കേസിൻ്റെ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി കോയിപ്പുറം പോലീസ് നാളെ പ്രതികളെ കസ്റ്റഡിയിൽ കിട്ടണം എന്നുള്ള അപേക്ഷയുമായി കോടതിയെ സമീപിക്കുകയാണ്. ഈ കേസിൽ ഇരു പരാതിക്കാരെയും കൂടാതെ മറ്റ് ആരെങ്കിലും സമാനമായ രീതിയിലുള്ള കെണിയിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള സംശയം പോലീസിന് തന്നെ ഉണ്ട്. അതിൻ്റെ പരിശോധനയുടെ ഭാഗമായി പ്രതികൾ ഇരുവരുടെയും പിന്നിട്ട 1 വർഷ കാലയളവിലെ ഫോൺ വിളി വിവരങ്ങൾ പോലീസ് ശേഖരിക്കും. അങ്ങനെ ഈ കാലയളവിൽ ഇവരെ ബന്ധപ്പെട്ട മുഴുവൻ പേരെയും ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് പോലീസിൻ്റെ നീക്കം. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്.